സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നിശ്ചയിച്ച രണ്ട് ആഘോഷങ്ങൾ. ഒന്ന്, നാം ഇന്ന് ആഘോഷിക്കുന്ന ഈദുൽ അദ്ഹ, വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ഏകദേശ പരിസമാപ്തിയിൽ, ഏകദേശ അവസാനത്തിൽ നാം ആഘോഷിക്കുന്ന ഈദുൽ അദ്ഹ. മറ്റൊന്ന്, വിശുദ്ധ റമളാനിന്റെ അവസാനം അഥവാ റമളാൻ അവസാനിച്ച് പിറ്റേ ദിവസം ശവ്വാൽ 1 നാം ആഘോഷിക്കുന്ന ഈദുൽ ഫിത്ർ. ഇതാണ് വിശ്വാസികൾക്ക് ലോകത്തിന്റെ സട്ടാവ് നിശ്ചയിച്ച രണ്ട് ഈദുകൾ. ഇന്ന് എല്ലാവരും സന്തോഷിക്കണം, വിശ്വാസികൾ സന്തോഷിക്കണം, ആഘോഷിക്കണം. ഈ ആഘോഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും ദരിദ്രരായ ആളുകൾ അവരുടെ ദാരിദ്ര്യത്തിന്റെ പേരിൽ പെരുന്നാൾ ആഘോഷിക്കാതിരിക്കരുത്. അതുപോലെ നമ്മുടെ സമൂഹത്തിലെ പകുതി ഭാഗം വരുന്ന സ്ത്രീജനങ്ങൾ, സഹോദരിമാർ, അവരും ആഘോഷിക്കണം. ഇതുപോലെ മുസല്ലയിൽ വന്ന് അവർ നമസ്കാരത്തിൽ പങ്കുകൊള്ളട്ടെ, അവർ നടക്കുന്ന ഉത്ബോധനം അവരും കേൾക്കട്ടെ, ആ പ്രാർത്ഥനയിൽ അവരും പങ്കുകൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, സ്ത്രീകളോട് മുസല്ലയിലേക്ക്, ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ വേണ്ടി അതിൽ ഋതുമതികളായ സഹോദരിമാരോട് പോലും വരാൻ പറഞ്ഞു. നമസ്കാരം ഒഴിച്ച് ബാക്കിയുള്ള കർമ്മങ്ങളിൽ അവരും പങ്കുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പ്രവാചകരെ, ഇഹ്ദാനാ ലൈസ ലഹാ ജിൽബാബ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീക്ക്, ഒരു സഹോദരിക്ക് മുസല്ലയിലേക്ക് വരാനുള്ള വസ്ത്രമില്ലെങ്കിലോ എന്ന്. അവിടുന്ന് പറഞ്ഞു, എന്നിട്ടെങ്കിലും വരാതിരിക്കട്ടെ എന്നല്ല, എന്നാണ് പറഞ്ഞത്. ആ സഹോദരിക്ക് തന്റെ കൂട്ടുകാരികളായ ഏതെങ്കിലും മറ്റു സഹോദരിമാർ തന്റെ ഒരു വസ്ത്രം കടമായി, വായ്പയായി കൊടുത്തിട്ടെങ്കിലും അവൾക്കും പള്ളിയിൽ വരാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ സങ്കടകരമാണ്, നമ്മുടെ സമൂഹത്തിന്റെ അർദ്ധഭാഗം വരുന്ന സ്ത്രീകൾക്ക് ഈ നമസ്കാരത്തിൽ പങ്കുകൊള്ളാനോ, ആ ഖുത്ബ കേൾക്കുവാനോ, അവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കാളികളാകാനോ സാധ്യമാകുന്നില്ല എന്നത് സങ്കടകരമായ കാര്യമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇത്തരം വേദികൾ അതിന് സൗകര്യമുണ്ട് എന്നത് സന്തോഷകരമാണ്. ശരി, എങ്ങനെ ആഘോഷിക്കണം നാം? ആഘോഷങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പഞ്ഞമില്ല. ഇഷ്ടംപോലെ ആഘോഷങ്ങൾ. ജനിച്ചാൽ ആഘോഷം, മരിച്ചാൽ ആഘോഷം, തുടങ്ങിയാൽ ആഘോഷം, അവസാനിപ്പിക്കുമ്പോൾ ആഘോഷം, എല്ലാം ആഘോഷങ്ങളാണ്. എന്നാൽ ഇസ്ലാം നിശ്ചയിച്ച ഈ പെരുന്നാൾ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? തക്ബീർ ധ്വനികൾ ഉയർത്തിക്കൊണ്ട്, അതുപോലെ ബന്ധങ്ങൾ ചേർത്തിക്കൊണ്ട് ഒക്കെ ആയിരിക്കണം ആഘോഷിക്കേണ്ടത്. അതെ, നാം തക്ബീർ ധ്വനി ഉയർത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് നാം തക്ബീർ ധ്വനികൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എല്ലാവരെക്കാളും എനിക്ക് വലുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. അതുപോലെ അല്ലാഹുവിനാണ് വലില്ലാഹിൽ ഹംദ്, അവനാണ് സർവസ്തുതിയിൽ നിന്നാണ് നാം പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം അയവറക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ നാം പുതുക്കുന്നുണ്ട്. ബഹുമാന്യ വിശ്വാസികളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മില്ലത്ത്, ആദർശത്തിന്റെ വഴി, അത് നാം പിന്തുടരേണ്ടതുണ്ട്. ഈ തക്ബീർ ധ്വനികളടക്കം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോ വലിയ ഉന്നതമായ മാതൃക നമുക്കുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മാർഗം, മില്ലത്ത്, ആദർശത്തിന്റെ വഴി, അത് നാം പിന്തുടരണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്,
ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. الله പറയാണ് ومن يرغب عن ملة إبراهيم, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനോട് ആരാണ് വെറുപ്പ് കാണിക്കുക? ഇല്ലാ മൻ സഫിഹ നഫ്സഹു, സ്വന്തത്തോട് വിഡ്ഢിത്തം കാണിച്ച ആളല്ലാതെ ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനോട് വെറുപ്പ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗത്തിന് അതിനോട് വെറുപ്പ് കാണിച്ചാൽ, അതെനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വന്തത്തോട് വിഡ്ഢിത്തം കാണിച്ചവനാണ് എന്നാണ്. ഇനി അല്ലാഹു പറയുന്നുണ്ട് സൂറത്ത് ആലി ഇംറാനിൽ, ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, നബിയെ പറഞ്ഞു കൊടുക്കുക, അല്ലാഹ് സത്യം പറഞ്ഞിരിക്കുന്നു, അല്ലാഹ് പറഞ്ഞത് സത്യമാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഉർജുവായ വക്രതയില്ലാത്ത തെറ്റിലേക്ക് ചാഞ്ഞു പോകാത്ത ആ നല്ല വഴി, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മാർഗം നിങ്ങൾ പിന്തുടരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ നിസായിൽ അല്ലാഹു പറയുന്നത്, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ വത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല എന്നാണ്. അഥവാ വമൻ അഹ്സനു ദീനൻ, ആരുണ്ട് ദീൻ കൊണ്ട് മതം കൊണ്ട് ഏറ്റവും നന്നായവൻ, മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, സൽക്കർമ്മിയായിക്കൊണ്ട് തന്റെ മുഖത്തെ അഥവാ തന്നെ അല്ലാഹുവിന് സമർപ്പിച്ചവനേക്കാൾ ദീൻ കൊണ്ട് മതം കൊണ്ട് നന്നായവൻ വേറെ ആരുണ്ട് എന്നാണ് അല്ലാഹു ചോദ്യരൂപത്തിൽ പറയുന്നത്. അഥവാ വേറെ ആരുമില്ല എന്ന്. അതുപോലെ ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരുകയും ചെയ്തവരെക്കാൾ ദീൻ കൊണ്ട് മതം കൊണ്ട് നന്നായവൻ വേറെ ആരുണ്ട്? ആ ചോദ്യത്തിന്റെ ഉത്തരം, അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം കിട്ടാനല്ല, മറിച്ച് അവനേക്കാൾ അപ്പുറം ദീൻ കൊണ്ട് നന്നായ മറ്റൊരാൾ ഇല്ല എന്നാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മാർഗം നാം പിന്തുടരുക. നാം ചൊല്ലുന്ന ഈ തക്ബീർ ധ്വനി, അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവുമായി നമ്മൾ തട്ടിച്ചു നോക്കൂ. അല്ലാഹു അക്ബർ ഒന്നതല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. എനിക്ക് എന്റെ ശരീരത്തെക്കാൾ, എന്റെ താല്പര്യത്തെക്കാൾ, എന്റെ കുടുംബത്തെക്കാൾ, എന്റെ ഇഷ്ടജനങ്ങളെക്കാൾ, എല്ലാവരെക്കാളും എനിക്ക് വലുത് അല്ലാഹ്. അതാണ് അല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് അർത്ഥമാക്കിയില്ലേ പ്രിയമുള്ള വിശ്വാസികളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസ്ലിം ഇബ്രാഹിം, നിങ്ങൾ കീഴൊടുങ്ങണം, എനിക്ക് നിങ്ങൾ കീഴൊടുങ്ങണമെന്ന്. അദ്ദേഹത്തിന്റെ മറുപടി, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് ഞാൻ എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, എന്നെ സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. എല്ലാത്തിനേക്കാളും വലുത് എനിക്ക് അമ്മയാണ്. അതുകൊണ്ടല്ലേ ആ വാർദ്ധക്യത്തിന്റെ സമയത്ത് കുട്ടിയുണ്ടായപ്പോ, വാർദ്ധക്യത്തിൽ ആ സന്താനമുണ്ടായത്, ആ സന്താനത്തെ അങ്ങ് മക്കയിൽ, ആൾപ്പാർപ്പില്ലാത്ത ആ മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ മടിച്ചു നിന്നില്ലല്ലോ അദ്ദേഹം, മടിച്ചു നിന്നില്ലല്ലോ. മക്ക എന്ന് പറയുമ്പോ ഇന്ന് മക്ക കണ്ടവർക്കറിയാം, വലിയ ആകാശം മുട്ടൽ ഉയർന്നു നിൽക്കുന്ന വലിയ ബിൽഡിങ്ങുകളുണ്ട്, ക്ലോക്ക് ടവർ ഉണ്ട്, അതുപോലെയുള്ള വലിയ വലിയ ബിൽഡിംഗ് സമുച്ചയങ്ങളുണ്ട്. അതൊന്നുമില്ലാത്ത ആ കാലത്ത് അല്ലാഹു തആല പറഞ്ഞു അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന്. അദ്ദേഹം ആ കുഞ്ഞിനെയും ഭാര്യയും താമസിപ്പിച്ചു. അദ്ദേഹം താമസിപ്പിച്ചു, മടിയില്ലാതെ തിരിച്ചു നടന്നു. അദ്ദേഹം പിന്നീട് ഫലസ്തീനിലേക്ക് പോവുകയാണ് ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ആ രംഗം ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാം. അവിടെ താമസിപ്പിച്ച് തിരിച്ചു പോരുമ്പോ ഭാര്യ ഹാജർ ചോദിക്കുന്നുണ്ട് ചോദ്യം, യാ ഇബ്രാഹിം അയ്ന തദ്ഹബ് വതത്റുകുനാ ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസുൻ വലാ ഷൈ. ഇബ്രാഹിം, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്?
ഒരു മനുഷ്യൻ ഇവിടെ ഇല്ലല്ലോ, ഒരാളും സഹായത്തിന് ഇവിടെ ഇല്ലല്ലോ, എവിടേക്കായി ഇബ്രാഹിം പോകുന്നത്? അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല, അദ്ദേഹം നടക്കുകയാണ്. വീണ്ടും ചോദിച്ചു മഹദി, പിന്നാലെ നടന്നു ചോദിച്ചു. കുട്ടി അപ്പുറത്ത് ഒരു ചെറിയ മരത്തിന്റെ ചുവട്ടിലാണ്. പിന്നാലെ നടന്നു ചോദിച്ചു, മറുപടിയില്ല. വീണ്ടും വീണ്ടും ആവർത്തി ചോദിച്ചു, മറുപടിയില്ല. അവസാനം മഹദി ചോദിച്ചു, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, അല്ലാഹയാണോ ഇബ്രാഹിം അങ്ങയോട് കൽപ്പിച്ചത്? അല്ലാഹുവാണോ കൽപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോ അതുവരെ മറുപടി പറയാത്ത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതേ ഹാജർ, അല്ലാഹുവിന്റെ ഉത്തരവാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ് നിന്നെയും നമ്മുടെ ആ കിടക്കുന്ന കുഞ്ഞിനെയും താമസിപ്പിച്ച് പോകണമെന്നത്. നോക്കൂ, ആ സമയത്ത് മഹദി പറഞ്ഞു, ഹാജർ പറഞ്ഞു, ഇദൻ ലാ യുളയ്യിഉനാ, എങ്കിൽ അല്ലാഹു ഞങ്ങളെ കൈവിടൂല എന്നും പറഞ്ഞ കുഞ്ഞിന്റെ അരികേക്ക് മടങ്ങിപ്പോയി ആ മഹദി. നോക്കൂ, നമ്മുടെ തയ്യാറായ ദേഹം നമുക്ക് നമ്മുടെ താല്പര്യങ്ങളെക്കാൾ ദേഹേച്ഛയേക്കാൾ വലുത് അള്ളാഹുവിന്റെ ഉത്തരവായിരിക്കണം. ഒരു ചെറിയ ഉദാഹരണം പറയാം. പെരുന്നാൾ ആഘോഷത്തിലാണ്. പെരുന്നാളിനെ മുടുത്തിരിക്കുന്ന വസ്ത്രം പുരുഷന്മാർ അവരുടെ വസ്ത്രം തുണിയാണെങ്കിലും പാൻസ് ആണെങ്കിലും നെരിയാണിക്ക് താഴെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ താല്പര്യം അതാണെങ്കിൽ അതിലും വലിയ താല്പര്യം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു താഴെ പോകാൻ പാടില്ല എന്ന്. ആ താല്പര്യം മാനിക്കണ്ടേ? അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചവരല്ലേ നാം? സഹോദരിമാർ ഇസ്ലാമികമായ വേഷത്തോടെ അല്ല എങ്കിൽ, അങ്ങനെയാണ് ഇസ്ലാമികമായ വേഷത്തോടെ അല്ലാതെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നതെങ്കിൽ, അല്ലാത്തപ്പോഴും വസ്ത്രം ധരിക്കുന്നതെങ്കിൽ അല്ലാഹു അക്ബർ പ്രഖ്യാപിച്ച് ആവർത്തിച്ചു നാം അതിന്റെ ഫലം എന്താണ്? അതുകൊണ്ട് ആ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ നാം ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ടേക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷണങ്ങളിൽ പതറിയില്ല. പരീക്ഷണങ്ങൾ ഉണ്ടായേക്കും. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ ചില പദങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു, ചില കൽപ്പനകളും ചില വിയോജനങ്ങളും ഒക്കെയായി പരീക്ഷിച്ചു. അതെല്ലാം അദ്ദേഹം പൂർത്തീകരിച്ച് ഫിനിഷ് ചെയ്തു, ഒന്നും ബാക്കി വച്ചില്ല എന്ന് ആ ഖലീലുള്ളയിൽ, ആ ഇമാമുൻ നാസി നമുക്ക് മാതൃകയുണ്ട്. ബഹുമാന്യ വിശ്വാസികളെ, നമുക്ക് പരീക്ഷ ഉണ്ടാകാം. അദ്ദേഹം സന്താനമില്ലാതെ കുറെ പരീക്ഷിക്കപ്പെട്ടു, പതറിയില്ല. കുട്ടിയുടെ ആക്കി തിരിച്ചു പോകണമെന്ന് പറഞ്ഞു, പതറിയില്ല. അല്ലേ? ഓരോ ഘട്ടങ്ങളിലും പതറിയില്ല. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ ഉണ്ടാകും, പതറിപ്പോകരുത്. അപ്രതീക്ഷിതമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോ, അപ്രതീക്ഷിതമായി കുടുംബത്തിൽ ആരുടെയെങ്കിലും മരണമുണ്ടായാൽ, അപ്രതീക്ഷിതമായ സാമ്പത്തിക ഇടിവുണ്ടായാൽ പതറിപ്പോകരുതേ വിശ്വാസികളെ. അള്ളയാണ് നമുക്ക് വലുത്, അവനെയാണ് നമുക്ക് ഏൽപ്പിക്കാനുള്ളത്. ഈ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. ഇബ്രാഹിം എന്ന കുഞ്ഞ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞ് മരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇബ്രാഹിം എന്ന കുഞ്ഞ്, റസൂലുള്ളാഹിയുടെ കുഞ്ഞ്, ചെറിയ കുഞ്ഞ മരിക്കുന്ന ആ ഘട്ടം, ആ കുഞ്ഞിനെ മടിയിലിരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, മോനെ നിന്റെ വേർപാടിൽ നിങ്ങൾ ദുഃഖിതരാണ് എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിന്ന് കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണിന്ന് കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ നിങ്ങൾക്കറിയാണോ ഈ കുഞ്ഞിന്റെ മരണത്തെ നിങ്ങൾക്കറിയാണോ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, അബ്ദുറഹ്മാൻ, ഇത് അല്ലാഹു മനുഷ്യ മനസ്സിലിട്ട് കൊടുത്ത റഹ്മത്താണ് എന്ന് പറഞ്ഞു. നമ്മുടെ മനസ്സിൽ വിശ്വാസികളെ കോറിയിടുക നാം. അവിടുന്ന് പറഞ്ഞു, ഇന്നൽ ഐന തദ്മ വൽ ഖൽബ യഹ്സൻ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുനാ. കണ്ണീർ പൊഴിച്ചേക്കും, കണ്ണിന് കണ്ണീര് വന്നേക്കും, മനസ്സ് സങ്കടപ്പെട്ടേക്കും. പക്ഷേ അല്ലാഹ് തൃപ്തിപ്പെടാത്ത ഒന്നും ഞാൻ പറയില്ല. ആ മകൻ മരിക്കുന്ന നേരത്താണ് പറഞ്ഞത്. ബഹുമാന്യ വിശ്വാസികളെ, മാരക രോഗങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. അഥവാ സംഭവിച്ചാൽ ഉണ്ടായാൽ പതരരുത്. അല്ലാഹു അക്ബർ, ആ റബ്ബിലാണ് നാം ഏൽപ്പിച്ചത്. ഈ തിരിച്ചറിവുണ്ടാകണം. പിന്നെ നാം ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യയില്ല. അല്ലാഹു മാത്രമാണ് ഇലാഹ്, അവരോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്.
നാം ഇന്ന് നിസ്കാരത്തിൽ പറഞ്ഞു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം നിങ്ങൾ സഹായം തേടുന്നു എന്ന് അത് അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിക്കണം. നമ്മളത് പറയുകയും എന്നിട്ട് ജീവിതത്തിന് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോ മരിച്ചുപോയ മഹത്തുക്കളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മറ്റു ഔലിയാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നോക്കൂ, സന്താനമില്ലാതെ വിഷമിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ഘട്ടത്തിൽ എന്ത് ചെയ്തില്ല? നൂഹ് നബിയെ സഹായിക്കണമെന്ന് വിളിച്ച് സഹായം ചോദിച്ചില്ലല്ലോ, പ്രാർത്ഥിച്ചില്ലല്ലോ. നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി എന്താണ്? വിവാഹം കഴിഞ്ഞ് 5 or 10 വർഷം സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടാൽ മഖബറകളിൽ പോയി സഹായം ചോദിക്കുന്നു. അവർ അന്ധവിശ്വാസം കൊള്ളുന്ന ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്നവരോട് ഇസ്തിഗാസ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യ വിശ്വാസികളെ, ശിർക്കാണത്. മുഴുവൻ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കി കളയുന്ന ശിർക്കാണത്. അല്ലാഹു തആല പറഞ്ഞില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. നബിയെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ നിഷ്ഫലമായി പോകും, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന്. അതുകൊണ്ട് തീരുമാനം നാം എടുത്തവരാണ്. പുതുക്കുക. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ആ സന്താനമില്ലാതെ പ്രയാസപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് നൂഹ് നബിയെ സഹായിക്കണേ എന്നല്ല, ആദം നബിയെ സഹായിക്കണേ എന്നല്ല, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബേ സ്വാലിഹായ സന്താനത്തെ തരണേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ഇതിൽ നമുക്ക് മാതൃകയുണ്ട്. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിസ്കരിച്ച നിസ്കാരം വെറുതെയാണ്. മുത്തുനബിയെ സഹായിക്കണേ എന്ന് പറഞ്ഞ് സഹായം തേടി ഇസ്തിഗാസ ചെയ്താൽ ആ മനുഷ്യന്റെ അമൽ ബാത്തിലാണ്. ആ മനുഷ്യന്റെ നിസ്കാരം വെറുതെ, നോമ്പ് വെറുതെ, ഹജ്ജ് വെറുതെ, ഉംറ വെറുതെ, എല്ലാ കർമ്മങ്ങളും നഷ്ടത്തിലാണ്. നാം ശ്രദ്ധിക്കുക. അതുപോലെ നാം ചൊല്ലുന്നു വലില്ലാഹിൽ ഹംദ്. അതെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് സർവസ്തുതിയും. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃക നോക്കൂ. വാർദ്ധക്യത്തിൽ സന്താനങ്ങൾ ഉണ്ടായി. ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിസ്സലാം 2 മക്കൾ. ആ മക്കളെ അല്ലാഹു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഹംദ് നോക്കൂ. ഖുർആൻ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബർ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. ഈ വാർദ്ധക്യത്തിന്റെ സമയത്ത് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും ഈ 2 മക്കളെയും എനിക്ക് സന്താനങ്ങളായി നൽകിയ അല്ലാഹുവിന്റെ സർവസ്തുതിയും. നോക്കൂ, മറന്നു പോകരുത്. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ, സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ അല്ലാഹുവിനെ മറന്നു പോകരുത്. നാം എത്രയോ അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. പലരും നഷ്ടപ്പെടുമ്പോഴാണ് വില അറിയുക. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് അത്രയും കാലം ഫ്രീ ആയി കണ്ട ആ കാഴ്ചയുടെ വില മനസ്സിലാക്കുന്നത്. ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചാടി നടന്ന് പിന്നെ കുറച്ചു കഴിഞ്ഞ് സ്ട്രോക്ക് വരുമ്പോഴാണ് അത്രയും കാലം ആ ആരോഗ്യത്തിന്റെ അനുഭവിച്ചതിന്റെ വില മനസ്സിലാക്കുന്നത്. കിഡ്നി, അല്ലാഹു മാരക രോഗം നമ്മളെ ഈ കുടുംബത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, കിഡ്നിക്ക് തകരാറ് വരുമ്പോഴാണ് അതിന് വില അറിയുന്നത്. 1 മിനിറ്റ് നേരം 1/2 കപ്പോളം വരുന്ന ബ്ലഡ് നമ്മുടെ കിഡ്നി അത് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ സമയത്തും നമ്മൾ ഇരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഇരിക്കുന്ന സമയത്തും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങാനും നിന്നുപോയാൽ അപ്പോഴാണ് അതിന്റെ വില അറിയുന്നത്. ഇങ്ങനെ ഓരോന്നും അങ്ങനെയാണ്. നമ്മുടെ ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റ് ഏകദേശം ശരാശരി 70 തവണ നമുക്കറിയാം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 1 ലക്ഷത്തോളം, ചിലപ്പോൾ അതിനപ്പുറവും ഒരു ദിവസം മിടിക്കുകയാണ്. 1 ലക്ഷം തവണ ഇത് മിടിക്കുക ഒരു ദിവസം, 24 മണിക്കൂർ, അതിലേറെ. പിറ്റേ ദിവസം റെസ്റ്റ് എടുക്കുന്നില്ല. പിറ്റേ ദിവസം ആ ഹാർട്ട് റെസ്റ്റ് എടുക്കുന്നില്ല. അല്ലാഹു ഫ്രീ ആയി തന്നു, അൽഹംദുലില്ലാഹ്. ഇനി 1 മിനിറ്റ് നേരം കൊണ്ട് 5 ലിറ്ററോളം രക്തം ഈ ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ് നേരം കൊണ്ട് 5 ലിറ്ററോളം ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതിന് വില എത്രയാണ്. ഇതിൽ തകരാറ് വരുമ്പോഴാണ് പലരും വില അറിയുന്നത്. വിശ്വാസികളെ നാം അങ്ങനെ ആവാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്.
അള്ളാഹു സർവസ്തുതിയും അർപ്പിക്കുക. ഈ രൂപത്തിൽ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുക, ശുക്ർ കാണിക്കുക. പരീക്ഷകൾ ഉണ്ടാകും. സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്ന പേരിൽ ഭവനമുണ്ട്. എന്താണ് അതിന്റെ പേരെന്നറിയോ? സ്തുതിയുടെ ഭവനം. സ്വർഗത്തിൽ ഒരാൾക്ക് കിട്ടുന്ന ഭവനമാണ്. ആർക്കാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വലിയ പരീക്ഷ നേരിട്ട വ്യക്തി, ചെറുപ്പത്തിൽ ഒരാളുടെ സന്താനം മരിക്കുന്നു. ഒരാളുടെ കുട്ടി ചെറുപ്രായത്തിൽ മരിക്കുന്നു. അല്ലാഹു നമ്മുടെ കുട്ടികളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ചെറുപ്പത്തിൽ ഒരു കുട്ടി മരിക്കുക. ആ മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ ഈ മനുഷ്യനെ അറിയോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുട്ടി മരിച്ചപ്പോ, ചെറിയ കുട്ടി മരിച്ചപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. കുട്ടി മരിച്ച അൽഹംദുലില്ലാഹ്നോ? കുട്ടി മരിച്ച അൽഹംദുലില്ലാഹ്നോ? അല്ലാഹ് ഇത്രയും കാലം തന്നില്ലേ? വേറെ പലതും തന്നില്ലേ? അങ്ങനത്തോളം പലതുമില്ലേ? അതിന് മലക്കുകളോട് അല്ലാഹു ചോദിക്കും, എന്റെ അടിമയുടെ കുട്ടിയെ മരിപ്പിച്ചോ? കബലത്തും വലദ അബ്ദി, എന്റെ അടിമയുടെ റൂഹ് നിങ്ങൾ പിടിച്ചോ? മലക്കുകൾ പറയും അതെ എന്ന്. വീണ്ടും അല്ലാഹു ചോദിക്കും, കബലത്തും ഖമറത ഫുആദിഹി, എന്റെ ആ അടിമയുടെ ഹൃദയത്തിന്റെ പഴം നിങ്ങൾ പറിച്ചെടുത്തോ? നിങ്ങൾ പറിച്ചോ? ആ കുഞ്ഞയാളുടെ ഹൃദയത്തിന്റെ ഫ്രൂട്ടായിരുന്നില്ലേ, പഴമായിരുന്നില്ലേ? പറിച്ചോ നിങ്ങളത്? അല്ലാഹു ഉത്തരവോടെ ചെയ്തത് അവർ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ആ രൂപത്തിൽ ചോദിക്കുകയാണ്. അതേ എന്ന് മലക്കുകൾ മറുപടി പറയും. അല്ലാഹുവിന്റെ ചോദ്യം എന്താണ് ആ സമയത്ത്? ഫമാദാ ഖാല അബ്ദി, എന്റെ അടിമ എന്താണ് ആ സമയത്ത് പറഞ്ഞത്? മലക്കുകൾ പറയും, അല്ലാഹുവിന് അറിയാം. അല്ലാഹു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി പറയാണ്, ഹമിദക വസ്തർജഅ, അല്ലാഹ് നിന്റെ ഉത്തരവ് പ്രകാരം ആ അടിമയുടെ കുഞ്ഞിനെ ഞങ്ങൾ മരിപ്പിച്ചപ്പോ അയാൾ പറഞ്ഞത് ഹമിദക അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വസ്തർജഅ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ മനുഷ്യനാണ് അയാൾ എന്ന് പറയുമ്പോ അല്ലാഹു മറുപടി, ഇബ്നൂനി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ ആദിമക്ക് നിങ്ങൾ സ്വർഗ്ഗത്തിൽ വീടുണ്ടാക്കി കൊടുക്കണം. വസമ്മുഹു ബൈത്തുൽ ഹംദ്, അതിന് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്ന് പേരിടണം എന്ന്. പ്രിയമുള്ളവരെ, അൽഹംദ് അൽഹംദ്, അല്ലാഹുവിനെ നമ്മൾ സ്തുതി അർപ്പിക്കുക. ഈ അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിന് വില അറിയാം. അതിനെ നിന്ന് പോയാലും ചിന്തിച്ചാൽ മതി. നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ മതി. നടക്കാൻ കഴിയാത്തവരിലേക്ക് നോക്കിയാൽ ഈ സമയത്തും നമ്മൾ ഈ ഇതാകെ ഒരുമിച്ച് കൂടിയ സമയത്ത് ആശുപത്രി കിടക്കുന്ന മനുഷ്യന്മാരുണ്ട്, ക്യാൻസർ രോഗം ബാധിച്ച് കിടക്കുന്ന മനുഷ്യന്മാരുണ്ട്. അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് പറയണം, നമുക്ക് അല്ലാഹു അത്തരം പ്രയാസമുണ്ടാക്കിയില്ലല്ലോ എന്ന്. ആ രീതിയിൽ നമ്മൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ട്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്ദാനിയത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ സ്തുതിയർപ്പിച്ചുകൊണ്ട് ഈ ആഘോഷം നടത്തുക. ഒപ്പം ബന്ധങ്ങൾ ഊർജ്ജമാക്കാൻ ശ്രദ്ധിക്കുക. അറ്റുപോയ ബന്ധങ്ങൾ ഉണ്ടാവും. കുടുംബത്തിലെ ആരെങ്കിലൊക്കെ ഇവിടെ വിളിച്ചു കൂടിയ സമയത്ത് ആരെങ്കിലും ആരോഗ്യമുള്ള ബന്ധം അറ്റുപോയ പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? പെരുന്നാൾ ദിവസമല്ലേ, ഒന്ന് ചെന്ന് നന്നാവാൻ ശ്രദ്ധിക്കുക, ഒന്ന് സലാം പറയാൻ ശ്രദ്ധിക്കുക. ഒരു പക്ഷേ ഇവിടെയുള്ള പലരുടെയും ആളുകൾ കുടുംബങ്ങളൊക്കെ നാട്ടിലായിരിക്കും. ഒന്ന് നല്ല രൂപത്തിൽ മെസ്സേജ് ചെയ്യാൻ, ഒന്ന് വിളിക്കാൻ, ഒന്ന് മറന്നു പോകരുത്. ബഹുമാന്യ വിശ്വാസികളെ, അവസാനിപ്പിക്കട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്, വലാ തുഖ്സിനി യൗമ യുബഅൂൻ, അല്ലാഹ് പരലോകത്ത് നീ എന്നെ അപമാനിക്കരുത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സന്താനമോ മക്കളോ സന്താനങ്ങളോ സമ്പത്തോ ഉപകരിക്കാത്ത ദിവസം. സുരക്ഷിതമായ മനസ്സുമായി അല്ലാഹുവിന്റെ അരികിൽ എത്തിയ ആളുകൾക്കല്ലാതെ ഇതൊന്നും ഉപകരിക്കാത്ത ആ ദിവസം അന്ന് അപമാനിക്കല്ല റബ്ബേ എന്നെ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ ചെയ്തു പോയി തിന്മകളുണ്ടെങ്കിൽ അത് പരലോകത്ത് അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവന്നാൽ മാനം കെട്ടുപോകും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തെറ്റ് ചെയ്തിട്ടല്ല, മറിച്ച് ആ സൂക്ഷ്മതാഭാവം കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കാണ്, അല്ലാഹുവേ എന്നെ പരലോകത്ത് അപമാനിക്കരുത് എന്ന്. നമ്മൾ അത്ര പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തഖ്വയോടെ ജീവിക്കുക, പരലോകം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക. നമ്മൾ അറുക്കുന്ന ബലിയുണ്ടല്ലോ, അതിൽ പോലും അവിടെ ഈ അറിവ് കൊണ്ടെത്തുന്നത് അതിന്റെ മാംസമല്ല, രക്തമല്ല, ആ തഖ്വയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. ആ കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ
നാം ജീവിതത്തിൽ പെരുന്നാൾ ദിവസം മാത്രമല്ല എന്നും ധന്യമാക്കുക, തഖ്വയോടെ ജീവിക്കുക. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, നരകമോക്ഷമാണ് ലക്ഷ്യം. സ്വർഗം എന്ന് പറയുന്നത് എല്ലാ അനുഗ്രഹത്തിന്റെയും ലോകമാണ്, നരകം എല്ലാ പ്രയാസങ്ങളുടെയും ശിക്ഷയുടെയും ലോകമാണ്. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കുക, നരക ശിക്ഷ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചെറിയ ശിക്ഷ പോലും അനുഭവിക്കുന്ന മനുഷ്യന് ഏറ്റവും വലിയ ശിക്ഷയായിട്ട് തോന്നിപ്പോകും, ചെറുത് പോലും. വലുതെത്രയാണ്? പിന്നെ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചെല്ലാം ലഭിക്കുന്ന ലോകമാണ്. അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നാം തിരിച്ചറിയണം. പ്രിയമുള്ള വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത 3 ദിവസങ്ങൾ, അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ കൂടി നമുക്ക് തക്ബീർ ധ്വനി ഉയർത്താം, സുന്നത്താണ്, മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നാം എടുക്കുന്ന കലക്ഷൻ ഇവിടെ KMUയുടെ വിദ്യാഭ്യാസ രംഗത്ത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിലുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിന് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാം കലക്ഷൻ നടത്തുന്നത്. നമ്മുടെ ഈ ഭാഗത്തുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക തടസ്സം കൊണ്ട് വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തവർക്ക് അവർക്ക് നൽകുന്ന ഒരു സംവിധാനമാണ്. അതിനുള്ള കലക്ഷനാണ് ഇന്ന് നടക്കുന്നത്. എല്ലാവരും കഴിയുന്ന പോലെ നന്നായി സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകം ഓർക്കുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പരലോകത്ത് നമുക്ക് ഉണ്ടാവുക എന്ന് നാം പ്രത്യേകം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ, 10-18 ലക്ഷം ആളുകൾ ഹജ്ജിലാണ്. അവസാന സമയത്താണ്. ഒരു പ്രയാസമില്ലാതെ സുരക്ഷിതമായി ഹജ്ജ് കർമ്മം ചെയ്ത് തിരിച്ചു വരുന്ന തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറന്നു പോകരുത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ബന്ധത്തിൽ നിന്നൊക്കെ ഹജ്ജിന് പോയിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് ആ ഹജ്ജ് കർമ്മം അത് പൂർത്തീകരിച്ച് അല്പം കൂടെ നിൽക്കുന്നത് പൂർത്തീകരിച്ച് പൂർണ്ണമായി മഖ്ബൂലുമായ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തിന്മകൾ അല്ലാഹുക്കെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിലെത്താനും നരകത്തിൽ രക്ഷപ്പെടാനും അല്ലാഹു നമ്മെ ഈ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കുറെ ആളുകൾ നമ്മൾ മരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകളുടെ പലരും മരിച്ചുപോയി. മാതാക്കൾ, പിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, ചിലരുടെയെങ്കിലും മക്കളൊക്കെ മരിച്ചു പോയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ സന്തോഷിക്കുമ്പോൾ ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, എന്താണ് അടുത്ത നിമിഷം അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അല്ലാഹു ശാശ്വതമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നന്മയിലേക്ക് അടുക്കാനും തിന്മയിൽ അകലാനുമുള്ള തൗഫീഖ് നൽകി നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.